എല്ലാവർക്കും നമസ്കാരം. ഒരു ചെറിയ വീഡിയോ ആണ്. ഇതെൻ്റെ ഫ്ലോറിഡയിലുള്ള ഫ്രണ്ട്സിന് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഗുണം ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഒരു വലിയ ഫ്രീസൊക്കെ കഴിഞ്ഞ് എല്ലാവരും പച്ചക്കറികളൊക്കെ നടാനുള്ള ഒരു നല്ല സമയം ആയിരിക്കുകയാണ്. സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് കുമ്മായമിട്ട് നിലം ഒരുക്കിയ ശേഷമാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്ക് കുമ്മായം കിട്ടത്തില്ല. കുമ്മായം എന്ന് പറയുന്നത് നീറ്റുകക്ക പൊടിച്ച അതാണ് നമുക്ക് നാട്ടിൽ കുമ്മായമായിട്ട് കിട്ടുന്നത്. നമുക്കിവിടെ കിട്ടുന്നതെന്ന് പറയുന്നത് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സാധനം അത് തന്നെയാണ്. പക്ഷേ കക്കായല്ല, കുമ്മായ പാറകൾ പൊടിച്ച ഗാർഡൻ ലൈം എന്ന് പറയുന്ന ഒന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഗാർഡൻ ലൈം തന്നെ രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട്. ഗാർഡൻ ലൈമിൻ്റെ പാറകൾ പൊടിക്കുമ്പം ഒന്ന് ഡോളമൈറ്റിക് ആയിട്ടുള്ള പാറകളുണ്ട്. ഡോളമൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഗ്നീഷ്യമാണ് അതിനകത്തുള്ളത്. സാധാരണ നമ്മൾ മേടിക്കുന്ന കുമ്മായത്തിനകത്തൊക്കെ കാൽസ്യമാണുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു ധർമ്മം എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ pH നോർമലാക്കുക എന്നുള്ളതാണ്. 0 to 14 ആണ് pH. നമുക്കെല്ലാവർക്കും അറിയാം. അതിനകത്തെ 0 മീൻസ് 0 അല്ല, മിഡിലായിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് 7 വരുമ്പോഴാണ് ന്യൂട്രലായി നിൽക്കുന്നത്. ന്യൂട്രലായിട്ടുള്ള മണ്ണാണ് ഒരുമാതിരി കൃഷികൾക്കെല്ലാം തന്നെ നല്ലത്. എല്ലാത്തിനും അല്ല കേട്ടോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം, കേരളവും ഫ്ലോറിഡയും ഏകദേശം മഴയുടെ കാര്യത്തിൽ ഭയങ്കര സുലഭമായി മഴ കിട്ടുന്ന സ്ഥലമാണ്. ഈ മഴവെള്ളം അത് കാരണം നമ്മുടെ മണ്ണെല്ലാം മിക്കവാറും സമയങ്ങളിൽ അസിഡിക്കായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കുമ്മായം ചേർത്ത് ഒരു 2 ആഴ്ച ഇട്ട ശേഷം നനച്ച് ഇടുക 2 ആഴ്ചത്തേന്. അതോടെ ഈ മണ്ണ് ന്യൂട്രലാവും. പിന്നെ നമ്മൾ നടുന്ന ഓരോ വിത്തുകളും നല്ല രീതിയിൽ വളരും. നോർമൽ pH അതിനകത്ത് മണ്ണിൽ നിന്നും ന്യൂട്രിയൻസ് വലിച്ചെടുക്കാനുള്ള ശേഷി ചെടികൾക്ക് കൂടുതൽ കിട്ടും. അതാണ് അതിനകത്തെ മെയിൻ കാര്യം. അപ്പം അതിൻ്റെ കൂടെ തന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു 1-2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഈ കുമ്മായത്തിനകത്ത് കാൽസ്യമാണ് ഉള്ളത്. ഈ കാൽസ്യം ഇലകളെ സംബന്ധിച്ചിടത്തോളം ഇലകൾ ദൃഢമായി നിൽക്കുവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതേസമയം നമ്മളിവിടെ കിട്ടുന്ന ഹോം ഡിപ്പോയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഗാർഡൻ ലൈം എന്ന് പറയുന്നത് അതിനകത്ത് ഡോളമൈറ്റ് പാറകൾ പൊടിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഡോളമൈറ്റ് എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യമാണ്. അപ്പോൾ കാൽസ്യവും മഗ്നീഷ്യവും സെക്കൻഡറി ആയിട്ടുള്ള ന്യൂട്രിയൻസിൽ പെടുന്നതാണ്. അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മഗ്നീഷ്യം പ്രത്യേകിച്ചും ഈ ഫോട്ടോസിന്തസിസ് ചെയ്യുമ്പോൾ നമുക്ക് നൈട്രജനോട് കൂടെ ചേർന്ന് നിന്ന് ചെടികൾക്ക് നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള നിറവും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മഗ്നീഷ്യം വളരെ ഉപകാരം ചെയ്യുന്ന ഒന്നാണ്. അതാണ് നമ്മൾ എപ്സം സോൾട്ട് എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങി ഇടുന്നത്. അപ്പോൾ നമ്മളിവിടെ ഏതെങ്കിലും ഗാർഡൻ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ, ലോസിലോ ഹോം ഡിപ്പോയിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാനുൾസ് ആയിട്ട് നമുക്കിത് മേടിക്കാൻ കിട്ടും. അതിൽ കുറച്ച് വാങ്ങി നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഗാർഡൻ ബെഡിലാണെങ്കിലും അല്ലെങ്കിൽ നിലത്താണെങ്കിലും ഒക്കെ ഒന്ന് ഒരുക്കിയിട്ട് ഇട്ടിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ നടുവാണെങ്കിൽ ഒരുമാതിരി ചെടികൾക്കെല്ലാം വളരെ നല്ലതാണ്. പക്ഷേങ്കിൽ ഇതിൻ്റെ അളവ് ഒത്തിരി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ആൽക്കലീനായി പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൽക്കലീൻ ലവിങ് ആയിട്ടുള്ള പ്ലാന്റുകൾ വളരെ കുറവാണ്. അതായത് നമ്മുടെ വെണ്ട ആൽക്കലീൻ ലവിങ് ആണ്. നമുക്ക് സോയിൽ pH റിക്വയർഡ് ഫോർ ഏത് പ്ലാന്റാണ് നിങ്ങൾ നടുന്നത് അതൊന്നും നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ pH മീറ്ററൊന്നും മേടിച്ച് നമ്മളതൊന്നും ചെക്ക് ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കണ്ട. നമ്മൾ കുറച്ച് കുമ്മായം, അതായത് ഗാർഡൻ ലൈം ചേർത്ത് ഒരുക്കിയിട്ട ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞ് നിങ്ങൾ കൃഷി ഇറക്കി നോക്കിക്കുക. നല്ല വിളവ് കിട്ടും. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോട്ടിംഗ് സോയിൽ ഇങ്ങനത്തെ സംഗതികളൊക്കെ തന്നെ അവർ ട്രീറ്റ് ചെയ്ത് ന്യൂട്രലായിരിക്കും. അന്നേരം നിങ്ങളത് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാത്തവരെല്ലാവരും ഗാർഡൻ ലൈം വാങ്ങി ഇട്ട് ട്രീറ്റ് ചെയ്ത ശേഷം കൃഷിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വിളവ് ലഭിക്കും. ഇപ്പം നടാൻ പറ്റിയ നല്ല സമയമാണ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.